നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി സത്യപ്രതിജ്ഞ ചെയ്തു. നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കർക്കി. നേപ്പാൾ വൈദ്യുതി വകുപ്പ് മുൻ MD കുൽമാൻ ഗിസിങ്ങിനെയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ പരിഗണിച്ചിരുന്നു. ജിഷ്ണു രവീന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജിഷ്ണു, സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഒരു ഇടക്കാല ഭരണകൂടം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. എന്തൊക്കെയായിരിക്കും അവരുടെ തീരുമാനങ്ങൾ? കാഠ്മണ്ഡുവിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, നേപ്പാളിനെ സംബന്ധിച്ചൊരു ചരിത്ര നിമിഷമാണിത്. നേപ്പാളിൽ 4 ദിവസമായി തുടർന്നിരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ അവസാനിക്കുന്നു. ഒരു പ്രധാനമന്ത്രി വരുന്നു. അതിലേറെ പ്രധാനപ്പെട്ടത് അതൊരു വനിതാ പ്രധാനമന്ത്രിയാണ് എന്നതാണ്. സുശീല കർക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിലവിൽ എല്ലാ ഭരണ സംവിധാനങ്ങളും തകർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ. വലിയ സംഘർഷങ്ങൾ, വലിയ സമരങ്ങൾ നടന്ന് പാർലമെന്റ് ഉൾപ്പെടെ സുപ്രീം കോടതി ഉൾപ്പെടെ എല്ലാം തകർന്നു നിൽക്കുന്ന, എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും തകർന്നു നിൽക്കുന്ന ഒരു രാജ്യത്തെ ഒന്നിൽ നിന്ന് ആരംഭിക്കുക, ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ആരംഭിക്കുക എന്നതാണ് നിലവിൽ സുശീല കർക്കിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. വലിയ തർക്കങ്ങളായിരുന്നു നേരത്തെ നിലനിന്നിരുന്നത്. സുശീല കർക്കിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പക്ഷം ആളുകൾ പ്രക്ഷോഭകരിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു പക്ഷം സുശീല കർക്കിയുടെ വയസ്സും അതുപോലെ തന്നെ യോഗ്യതയും ചോദ്യം ചെയ്തുകൊണ്ട് നേരത്തെ വൈദ്യുതി ബോർഡിന്റെ MD ആയിരുന്ന കുൽമാൻ ഗിസിങ്ങിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ആ പ്രക്ഷോഭകാരികൾ, ഈ കുൽമാൻ ഗിസിങ്ങിനെ ഉയർത്തി കാണിച്ച പ്രക്ഷോഭകാരികൾ ഇപ്പോഴും അസ്വസ്ഥരാണ്. അവർ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒടുവിൽ രാംചന്ദ്ര പൗഡൽ എന്ന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഒരു സമവായത്തിലേക്ക് എത്തുന്നത്. സുശീല കർക്കിയെ തന്നെ പ്രധാനമന്ത്രി ആക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. നോക്കൂ, ജെൻസി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര പോരാട്ടമായിരുന്നു. അവർ അഴിമതി വിരുദ്ധത ഉയർത്തി കാണിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തി അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെ ചോദ്യം ചെയ്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു ചരിത്ര പോരാട്ടം നയിച്ച് അവരൊരു പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു, ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളെ മാറ്റി നിർത്തി അവിടെ നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെന്ററിന്റെയും നേപ്പാൾ കോൺഗ്രസിന്റെയും നേതാക്കളെ ഒന്നും പരിഗണിക്കാതെ ഈ നേതാക്കളുടെ എല്ലാം വസതികൾക്കും ആ നേതാക്കൾക്കും നേരെ ആക്രമണം നടന്നിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം. ഇവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒടുവിൽ ഇവർക്കെല്ലാം എതിരെ ഒരു പോയിന്റിൽ നിന്നിരുന്ന സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കർക്കിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയായി അവരോധിച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2017 ഒരു ചരിത്ര സംഭവം നടന്നിട്ടുണ്ട്. അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കർക്കി വളരെ ശക്തമായ അഴിമതി വിരുദ്ധ നിലപാടെടുത്തതിന്റെ പേരിൽ സുശീല കർക്കിയെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം നേപ്പാൾ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെന്ററിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അന്ന് നടത്തിയിരുന്നു. അതിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് ആ ഇംപീച്ച്മെന്റ് നീക്കത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നത്. ഒടുവിൽ ആ ഒരു കാവ്യനീതി എന്നോണം ആ സുശീല കർക്കി തന്നെ നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായി തിരിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ് വിജയകുമാർ. യെസ്, ഒരു പ്രധാനപ്പെട്ട വിവരം അവിടെ നിന്ന് ഇപ്പോൾ വരുന്നത് നേപ്പാൾ വൈദ്യുത വകുപ്പ് മുൻ MD കുൽമാൻ ഗിസിങ്ങിനെ പ്രധാനമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം ആളുകൾ തെരുവിൽ പ്രതിഷേധിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ പ്രക്ഷോഭകർക്കിടയിൽ ഇക്കാര്യത്തിൽ ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട്. അത് 2 ചേരിയായിട്ടുണ്ട്. അതിലൊരു വിഭാഗം ഈ കുൽമാൻ ഗിസിങ്ങിന് വേണ്ടി ശക്തമായി വാദിക്കുന്നുണ്ട്. അവർ തെരുവിൽ വീണ്ടും പ്രതിഷേധിക്കുന്നുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് പുതിയൊരു അഡ്മിനിസ്ട്രേഷൻ അവിടെ വരുന്നത്. സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാഠ്മണ്ഡുവിനെ ശാന്തമാക്കാൻ കഴിയുമോ? നേപ്പാളിനെ പുതിയ കാലത്തിലേക്ക് നയിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. അടുത്ത ദിവസങ്ങൾ, അടുത്ത മണിക്കൂറുകൾ അതിന് മറുപടി നൽകുമെന്നും പ്രതീക്ഷിക്കാം. ജിഷ്ണു രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.